ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? മാളൂട്ടിനെ അനീഷേട്ടനെ പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ ധൃതിക്കുള്ള പണിയുടെ ഇടയ്ക്ക് നമ്മുടെ അടുക്കളയുടെ അവസ്ഥ ഇതാണ് കേട്ടോ. അപ്പോൾ ഇനി മൊത്തത്തിലൊരു ക്ലീനിങ് ആദ്യം, അതിന് ശേഷം കേട്ടോ അടുത്ത പണിയിലേക്ക് കിടക്കുള്ളൂ. ഇന്ന് രാവിലത്തെ ഭക്ഷണത്തോടൊപ്പം തന്നെ ഉച്ചയൂണം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ ഇത്രയും കൂടി നിന്ന്. രാവിലെ അവർക്ക് പോവുകയും ചെയ്യണം. ഇത്രയും ഫുഡ് റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് പാത്രങ്ങൾ കഴിച്ച് കഴിയാനുള്ള സമയം കിട്ടിയില്ല. സാധാരണ ഞാൻ അവർ പോയി കഴിഞ്ഞിട്ടാണ് ഉച്ചയൂണം റെഡിയാക്കാറ്. എനിക്കിപ്പോൾ എക്സ്ട്രാ കുറച്ച് പണികളുണ്ട് കേട്ടോ. കാരണം നാളെ അമ്പലത്തിൽ പോകാനായിട്ട് ഇരിക്കണതാണ്. അപ്പോൾ അമ്പലത്തിൽ പോകുന്നതിൻ്റെ തലേദിവസം കുറച്ച് കൂടുതൽ പണികളുണ്ടാവും, വൃത്തിയാക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിന് നമുക്ക് അടുക്കള പണി ഉണ്ടെങ്കിൽ രണ്ടും കൂടി ആകുമ്പോൾ തീരില്ല. എനിച്ചേട്ടൻ വരും, ഉച്ചയ്ക്ക് കഴിക്കാൻ വരുമ്പോഴത്തേനും എനിക്ക് എല്ലാ പണി തീർക്കണം കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ രാവിലത്തെ പരിപാടി അങ്ങനെ ആക്കിയത്. അതുകൊണ്ടാണ് പാത്രങ്ങളൊക്കെ പെൻഡിങ് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വൃത്തിയാക്കലും കൂടെ ഉണ്ട്. അടുക്കളപ്പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ടിട്ട് മാറിയില്ലെങ്കിൽ പിന്നെ വരുമ്പോൾ ഒരു അസ്വസ്ഥതയാണ് കേട്ടോ. എനിക്ക് കാണുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ അതാ വൃത്തിയാക്കിയിട്ട് നമുക്ക് പണി തുടങ്ങാനായിട്ട് ഒരു ഉഷാറുണ്ടാവില്ല. അപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആ പരിപാടി അങ്ങ് കഴിച്ച് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളോട് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് എനിക്കിഷ്ടവും കൂടി ആട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ അതേ നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് കഴുകലും പറക്കലും ഒക്കെ ആയിട്ട് കുറച്ച് പരിപാടിയും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേര തൂക്കാനുണ്ട്, തുടയ്ക്കാനുണ്ട്. ഇതൊക്കെ ഡെയിലി ചെയ്യുന്നതാണ്. എന്നാലും അമ്പലത്തിൽ പോണ തലേദിവസം ഒരു പ്രത്യേക ക്ലീനിങ് ആണ് കേട്ടോ. അങ്ങനെ അടുക്കള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് ഓഫീസിൻ്റെ തന്നെ റൂമാട്ടോ. അപ്പോൾ ഒത്തിരി പഴക്കം ചെയ്യുന്ന ബിൽഡിങ്ങാണ്. കുറേ കാര്യങ്ങളൊക്കെ പോയി ഇട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. കബോർഡിൻ്റെ ആണെങ്കിലും കണ്ട് ഈ കബോർഡിൻ്റെയൊക്കെ കുറച്ച് ലൂസായിട്ടുണ്ട്. ആ ഒരു അടയുന്ന ആ സംഭവമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പുതുമ അങ്ങനെ കിട്ടില്ല കേട്ടോ. നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും നമ്മുടെ ഇത്രയൊക്കെയാണ് റെഡിയാക്കാൻ പറ്റുള്ളൂ, നമുക്ക് എത്ര വൃത്തിയാക്കിയിട്ടാലും. പിന്നെ ഞാൻ ബെഡ്ഷീറ്റ് അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഇതിട്ടു. കാരണം അത് ഉണങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇന്നലെ അലക്കിയിട്ടതോ ഉണങ്ങിയിട്ടുണ്ടായി, അതെടുത്ത് മാറ്റി. പിന്നെ വിരിച്ചിടുന്നതിന് മുമ്പ് അവിടെ തൂത്തുകൾ കേട്ടോ. പിന്നെ ഈ തുണി വിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ തൂക്കൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് കാരണം അത് ആദ്യം തന്നെ തൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു. ഇനിയിപ്പോൾ ഈ തുണികളൊക്കെ സെക്ഷൻ തിരിച്ച് മടക്കി വെക്കണം. അനീഷേട്ടൻ്റെയും എൻ്റെയും ആളുൻ്റെയും 3 കബോർഡിലായിട്ടോ തിരിച്ചാണ് വെക്കുന്നത്. അപ്പം നമുക്ക് ഉപയോഗിക്കുമ്പോൾ എടുക്കാനൊക്കെ എളുപ്പമാണല്ലോ. ഇതെല്ലാം നമ്മൾ സെക്ഷൻ തിരിച്ച് അപ്പം തന്നെ ഞാൻ കൊണ്ടുപോയി വെക്കും കേട്ടോ. അപ്പോൾ ഇത് പരിപാടി കഴിഞ്ഞു, ആ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് തൂക്കലാണ്. തൂക്കുമ്പോൾ എല്ലാ ദിവസവും ഈ സോഫയൊന്നും മാറ്റി തൂക്കലില്ല കേട്ടോ. കാരണം ഒരുപാട് അങ്ങനെ അഴുക്കൊന്നും വരാറില്ല. പൊടി ശല്യമുണ്ട്. പിന്നെ കൂടുതൽ എൻ്റെ മുടി ശല്യം കേട്ടോ. എൻ്റെ മുടി നല്ലോണം മുടി ഊരുമ്പോൾ എൻ്റെ വിചാരം മൊത്തം ഇവിടുത്തെ വെള്ളം ഇച്ചിരി കട്ടിയുള്ള വെള്ളമാണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ കുളിയൊക്കെ ഒന്നരാടാക്കി, തലകുളിയൊക്കെ. പക്ഷെ എന്നിട്ടും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ തുടയ്ക്കുമ്പോൾ ബാക്ക് പെയിനൊക്കെ വരാറുണ്ടായിരുന്നു. അതൊക്കെ സാധാരണ എല്ലാവർക്കും ഉണ്ടാവുന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അതും അത്ര കാര്യമാക്കിയില്ല. പിന്നെ നമ്മൾ ഒരുപാട് അടുക്കളയിൽ നിന്ന് കഴിയുമ്പോൾ കാലിൻ്റെ അടിയിൽ പുകച്ചിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് ഡോക്ടറെ പോയി കണ്ടേക്കാമെന്ന് വിചാരിച്ച് കണ്ടപ്പോഴാണ് വൈറ്റമിൻ ഡി വളരെ ലോ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ല കേട്ടോ. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വലിയ മൈൻഡൊന്നും കൊടുക്കത്തില്ല. കാരണം ഇപ്പോൾ നമ്മളൊരു അതിന് ബുദ്ധിമുട്ട് വരുന്നൊരു ജോലി നമുക്കുണ്ടെങ്കിലാണ് നമുക്കതിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കുകയുള്ളൂ. ഞാനങ്ങനെയാണ് കേട്ടോ. എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും കൊണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ തുടച്ച് കഴിയുമ്പോൾ ഞാൻ കുറച്ച് നേരം ഇരിക്കും, അപ്പോൾ എനിക്കത് മാറിയില്ല ഇച്ചിരി കുഴമ്പിടും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ മുടി കൊഴിച്ചിൽ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. പിന്നെ ആരോടെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും മുടി കൊഴിച്ചിലുണ്ട്, അത് തന്നെയായിരിക്കും എനിക്കും എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ ഒരുപാട് ലോയായി പോയിരുന്നു കേട്ടോ. ഇപ്പോൾ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്, എന്നാലും ഇതിൻ്റേതായ ബുദ്ധിമുട്ട് ഇടയ്ക്ക് എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ അതിന് ഉള്ള ടാബ്ലറ്റ് വൈറ്റമിൻസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞ് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. കുളിക്കാൻ പോണതിന് മുന്നേ ഞാൻ
ഡ്രസ്സ് അമ്പലത്തിൽ പോകാനുള്ള ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് അലക്കിയിട്ടായിരുന്ന ഡ്രസ്സാണ് കേട്ടോ. എന്നാൽ അമ്പലത്തിൽ പോകുമ്പം ഒന്നോടെ മുക്കി കുളിച്ച ഉടനെ വന്ന് വിരിച്ചിട്ട് പിന്നെ അമ്പലത്തിൽ പോണതിന് മുന്നേ കുളിച്ച് ഈ ഡ്രസ്സ് ഇവിടെ നിന്ന് തന്നെ ഇട്ടുകൊണ്ട് പോണ ശീലമാണ് കേട്ടോ എനിക്ക്. അതമ്മ പഠിപ്പിച്ച് തന്ന കേട്ടോ. അങ്ങനെയല്ലാതെ അലക്കി വെച്ചായിരുന്നു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാൻ സത്യത്തിൽ എനിക്ക് പേടിയാണ് കേട്ടോ. അതങ്ങനെ കുഞ്ഞിലേ മുതൽ ശീലിച്ച കാരണം അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് അമ്പലത്തിൽ പോകാനുള്ള എൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അനീഷേട്ടൻ വരാനുള്ള വെയിറ്റിങ്ങിലാണ്. ബാക്കി എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ പണികളെല്ലാം കഴിഞ്ഞാലും ഞാൻ കുറച്ച് നേരം വന്ന് ഇവിടെ നോക്കിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും പണികളും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.